ശലോം. സർദിസിലെ ദൈവസഭയെ നോക്കി കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു: ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. നമ്മുടെ കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മെ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനാകുന്നു. സകലവും അവൻ്റെ കണ്ണിന് മുമ്പിൽ നഗ്നവും മലർന്നുമായി കിടക്കുന്നു. ഒന്നും അവൻ്റെ ദൃഷ്ടിക്ക് മറഞ്ഞിരിക്കുന്നില്ല. അങ്ങനെയുള്ളവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ആ കർത്താവ് സർദിസിലെ ദൈവസഭയെ നോക്കിയിട്ട് അവരോട് പറയുക, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്. അർത്ഥം, ദൈവസഭയ്ക്കകത്തും സമൂഹത്തിലും മിടുക്കിയാണെന്ന് നമുക്ക് പേരുണ്ട്. പക്ഷേ നോക്കേണ്ടുന്നവൻ നമ്മെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോൾ അവൻ നമ്മളോട് പറയുകയാണ്, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും ദൈവസന്നിധിയിൽ നീ മരിച്ചവനാകുന്നു, നീ മരിച്ചവളാകുന്നു. അതിൻ്റെ കാരണവും കർത്താവ് അവിടെ വ്യക്തമായിട്ട് പറയുന്നു. കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഹി നോസ് അവർ വർക്ക്സ്. നമ്മുടെ പ്രവൃത്തി, നമ്മൾ കർത്താവിൻ്റെ നാമത്തെ പ്രതി കർത്താവിന് വേണ്ടി ചെയ്യുന്നത് എല്ലാം അവൻ അറിയുന്നു. അവൻ അറിഞ്ഞിട്ട് അവൻ നമ്മോട് പറയുക, അവൻ നമ്മുടെ പ്രവൃത്തി അറിയുന്നു. എന്നിട്ട് പറയുകയാണ്, ആമേൻ, നിന്റെ പ്രവൃത്തി ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടിട്ടില്ല. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളിലെ സകല വാക്യങ്ങളും ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ അതിങ്ങനെയാകുന്നു: നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. ഇതാകുന്നു വേദപുസ്തകത്തിലെ ഏറ്റവും മുഖ്യ കൽപ്പന. അതായത് 66 പുസ്തകങ്ങളും നമ്മളോട് പറയുന്നത് നമ്മുടെ കർത്താവായ ദൈവത്തെ പകുതി ഹൃദയത്തോടല്ല, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടുകൂടി സേവിക്കണം, സ്നേഹിക്കണം, അനുസരിക്കണം, അവന് വേണ്ടി ജീവിക്കണം. അപ്പോൾ ആ കർത്താവ് പറയുകയാണ്, നമ്മുടെ പ്രവൃത്തി ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടിട്ടില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ജീവനുള്ളവനെന്ന് പുറമെ ആൾക്കാർ പറയുന്നെങ്കിലും അകമേ നീ മരിച്ചിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു: ആമേൻ, സിയോനിൽ ഒരു കാഹളം ഊതുവീൻ, എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പീൻ. അപ്പോൾ സിയോനിൽ കാഹളം ഊതാനാണ് പറഞ്ഞിരിക്കുന്നത്. സിയോൻ എന്ന് പറഞ്ഞാൽ ദൈവസഭയെ കാണിക്കുന്നു. അപ്പോൾ സിയോനിൽ ഒരു കാഹളം ഊതുവീൻ, എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പീൻ. ഇംഗ്ലീഷിൽ അവിടെ എഴുതിയിരിക്കുന്നത് മേക്ക് ആൻ അലാം ഇൻ മൈ ഹോളി മൗണ്ടൻ എന്നാണ്. അപ്പോൾ ഒരു അലാം, നമുക്കറിയാം അലാം അല്ലെന്നുണ്ടെങ്കിൽ ട്രംപറ്റൊക്കെ ഊതുന്നത് എന്തെങ്കിലും ഒരു അനർത്ഥം വരാൻ പോകുന്നു, അതുകൊണ്ട് ജനം ജാഗ്രതയുള്ളവരായിരിക്കാൻ അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നതാണ് ഈ അലാം അല്ലെങ്കിൽ ട്രംപറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് യോവേൽ 2:1 കർത്താവ് പറയുന്നത്, സിയോനിൽ കാഹളമൂതണം, ഒരലാം ആമേൻ ദൈവസഭയ്ക്കകത്ത് ഇടണം. ആമേൻ, എന്താ അതിൻ്റെ കാരണം? അത് പറയുകയാണ്, ആമേൻ, യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. ആമേൻ, നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ആമേൻ, ആ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ആമേൻ, നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരും എന്ന് നീ അറിയുകയുമില്ല. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നത് കൊണ്ട് 1 പത്രോസ് 4-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ആമേൻ, ദൈവസഭയ്ക്കകത്ത് ന്യായവിധി, ആമേൻ, ദൈവം ആരംഭിക്കുവാൻ സമയമായിരിക്കുന്നു. അപ്പോൾ ദൈവസഭയ്ക്കകത്ത് ദൈവം ന്യായവിധി ആരംഭിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറയും. ആമേൻ, കാരണം അവൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ദൈവസഭയ്ക്കകത്ത് ദൈവത്തിൻ്റെ ന്യായവിധി ആരംഭിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവൻ്റെ വരവിന് വേണ്ടി ദൈവസഭയെ ദൈവം ഒരുക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവം നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മൾ നഷ്ടപ്പെട്ടു പോകാനല്ല, നമ്മൾ തള്ളപ്പെട്ടു പോകാനല്ല, നമ്മൾ അവൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടാതിരിക്കാനല്ല. ഇന്ന് പകൽ കർത്താവ് നമ്മളോട് ആമേൻ, ദൈവം നമ്മളോട് വിളിച്ചു പറയുന്ന കാര്യം, ആമേൻ, സ്തോത്രം, ആമേൻ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരണം. യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, ആ 2-ാം അധ്യായത്തിൽ ഇങ്ങനെ തന്നെ പറയുകയാണ്, ആമേൻ, ആകയാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ ഉപവാസത്തോടും കരച്ചിലോടും കൂടെ ആമേൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരണം. എന്നിട്ട് പറയുക, നിങ്ങളുടെ വസ്ത്രങ്ങളെ അല്ല, നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കീറണം. അർത്ഥം, ആമേൻ, ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ടാകരുത്, മനുഷ്യർക്ക് വിളങ്ങാൻ വേണ്ടി
വേണ്ടിയിട്ടാകരുത്. ആമേൻ. ദൈവസഭയ്ക്കകത്ത് വന്ന് കൈയടിക്കുന്നതും ദൈവസഭയ്ക്കകത്ത് വന്ന് സ്തോത്രം പറയുന്നതും ദൈവസഭയ്ക്കകത്ത് വന്ന് ആരാധനയുടെ പേരിൽ തുള്ളിച്ചാടുന്നതും ആമേൻ ഷോ കാണിക്കുന്നതും ഒക്കെ ആമേൻ സോദരം മനുഷ്യരുടെ മുമ്പിൽ മാർഗ്ഗം കിട്ടും. പക്ഷേ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ്റെ മുമ്പിൽ മാർഗ്ഗം കിട്ടത്തില്ല. ഇന്ന് പകൽ ആമേൻ അവൻ നമ്മളോട് പറയുകയാണ്, ആമേൻ നമ്മുടെ വസ്ത്രത്തെ അല്ല ഹൃദയത്തെ തന്നെ കീറി ആമേൻ സ്തോത്രം നമ്മൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരണം. മടങ്ങി വന്ന് അവനോട് പറയണം, കർത്താവേ എനിക്ക് തെറ്റുപറ്റിപ്പോയി. ആമേൻ ഞാൻ ഒത്തിരി നിനക്ക് വേണ്ടി ചെയ്തു എന്ന് ഞാൻ കരുതി, ഒത്തിരി നിനക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ ഇന്ന് പകൽ എന്നെ തന്നെ ഒന്ന് ഏൽപ്പിച്ച് തരിക നിൻ്റെ കയ്യിലേക്ക്. കർത്താവ് എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിപ്പോയത്? ഞാൻ എവിടെയെങ്കിലും ആമേൻ അഹങ്കരിക്കുകയോ, ഞാൻ എവിടെയെങ്കിലും നിഗളിക്കുകയോ, എവിടെയെങ്കിലും മത്സരിക്കുകയോ, എവിടെയെങ്കിലും പരിശുദ്ധാത്മാവിനോടും ആമേൻ മറുതലിച്ച് നിൽക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആമേൻ ആമേൻ മറ്റുള്ളവരുടെ ആമേൻ കുറവുകൾ കാണാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ കുറവ്. ആമേൻ സ്വന്തം സ്വന്തം കണ്ണിലെ കോൽ നമ്മുടെ കുറവ് ആമേൻ ദൈവം ആമേൻ ഇന്ന് പകൽ നമുക്ക് വെളിപ്പെടുത്തി തരും. ആമേൻ ഇന്ന് ആ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവത്തോട് പറയണം, കർത്താവേ എനിക്ക് തെറ്റുപറ്റിപ്പോയി. ആമേൻ ജീവനുള്ളവരുടെ പേരുണ്ടെങ്കിലും ഇന്ന് പകൽ നീ എന്നെ ഒന്ന് നോക്കുമ്പോൾ ശരിക്കും ഞാൻ ജീവനുള്ളവനാണോ, ഞാൻ ജീവനുള്ളവളാണോ, അതോ മരിച്ചിരിക്കുന്ന അവസ്ഥയാണോ? മരിച്ചിരിക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ കർത്താവ് നമുക്കൊരവസരം കൂടി തരിക. അവൻ പറയുകയാണ്, ആമേൻ മടങ്ങി വാ. ആമേൻ പൂർണ്ണ ഹൃദയത്തോടെ, ആമേൻ കരച്ചിലോടെ, ഉപവാസത്തോടെ, വസ്ത്രങ്ങളെ അല്ല ഹൃദയത്തെ തന്നെ കീറി. ഹൃദയം തകർന്നിരിക്കുന്ന ഒരുവനെ കണ്ടാൽ അറിയാം. ആമേൻ അവൻ ആമേൻ സ്തോത്രം അവൻ ആമേൻ അതങ്ങനെയാണ്. ആമേൻ ഹൃദയം തകർന്നിരിക്കുന്ന ആമേൻ ദൈവസന്നിധിയിൽ ഹൃദയത്തിൽ ആമേൻ വിശുദ്ധിയുള്ളവനെ ഒരു ഭക്തനെ കണ്ടാൽ അറിയാം. ആമേൻ സമൂഹം അവർക്ക് മാർഗിട്ടില്ലെങ്കിലും, സമൂഹം അവരെ കളിയാക്കിയാലും പരിഹസിച്ചാലും ആമേൻ ദൈവം അവരെ കാണുന്നു, ദൈവം നിന്നെ കാണുന്നു. ഇന്ന് പകൽ ആ ദൈവത്തിനാണ് നിന്നോട് കാര്യമുള്ളത്. ഇന്ന് പകൽ ആ കർത്താവ് നമ്മളെ വിളിക്കുകയാണ്, മടങ്ങി വരിക. ആമേൻ ആ സർദീസിലെ സഭയോട് ദൈവം ഇങ്ങനെ പറയുന്നു, ആമേൻ നിങ്ങൾ മടങ്ങി വന്നാൽ, ജയിച്ചാൽ, നിങ്ങൾ മടങ്ങി വന്നാൽ ആമേൻ ഞാൻ നിങ്ങൾക്ക് വെള്ള വസ്ത്രം തരും. ഞാൻ നിങ്ങളോട് കൂടെ, എൻ്റെ കൂടെ നടക്കുവാൻ ഞാൻ നിങ്ങൾക്ക് കൃപ തരും എന്ന് മാത്രമല്ല, ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ നിങ്ങളുടെ പേര് മായ്ച്ചു കളയുകയുമില്ല. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ ഏവരെയും ആശ്വസിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് ജീവനായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആമേൻ മരിച്ചിരിക്കുന്ന അവസ്ഥകളുണ്ടെങ്കിൽ ആമേൻ സമൂഹത്തിൽ പേരുണ്ടായിരിക്കാം, പക്ഷേ ദൈവസന്നിധിയിൽ ആമേൻ ഇവൻ എൻ്റെ പ്രിയ മകൾ, ഇവൻ എൻ്റെ പ്രിയ മകൻ എന്ന ശബ്ദം കേൾക്കണം. അതായിരിക്കണം ഒരു ക്രിസ്തു ഭക്തയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം എന്നുള്ളത്. ഇവൻ എൻ്റെ പ്രിയ മകൻ, ഇവൾ എൻ്റെ പ്രിയ മകൾ എന്ന് സ്വർഗം വിളിക്കുന്നത് കേൾക്കണം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ശാലോം.